ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഞാൻ ഓൺലൈൻ ബാച്ചാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെയുള്ള പല ആൾക്കാരും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിൽ ഷിമാമി സാറാണ്. ഷിമാമിസ് ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ അഭിലാഷ് സാർ, ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. പിന്നെ പാരൻസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും ഓക്കെ ആയിരുന്നു. എന്താണ് നീ അതെടുക്കുന്നുണ്ട്, നീ ഇതെടുത്ത് അതാണ് കേൾക്കണം അവര്. പിന്നെ എനിക്കിപ്പോ ഓർമ്മ ഉണ്ട്, എന്റെ കാർന്നൂര് ഭയങ്കര സംഭവമാണ്. അപ്പോ എനിക്ക് പ്ലസ് ടു നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇയാൾ വന്നിട്ട് എനിക്ക് 2 മണിക്കൂർ ലെക്ചർ എടുത്ത ഓർമ്മയുണ്ട്. എന്തുകൊണ്ട് നീ MBBS എടുക്കണം, അതായിരുന്നു ലെക്ചറിന്റെ മെയിൻ വിഷയം. അപ്പൊ എന്തുകൊണ്ട് ഞാൻ MBBS എടുക്കൂലെന്ന് ഞാൻ 2 മണിക്കൂർ അങ്ങോട്ടേക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് അറഗന്റ് ആയിരുന്നു. എനിക്കിപ്പോ ഓർമ്മയുണ്ട് സോനു സാർ ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആർക്കിടെക്ചർ എടുക്കാനുള്ള കാരണം എന്ന്. അപ്പൊ അന്ന് എനിക്ക് പറയുന്നത് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഗെയിം കളിച്ചിട്ടാണ്, മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടാണ് ഞാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ചെയ്തെടുക്കുന്നത്. കാരണം അതിൽ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ ഇപ്പൊ എന്റെ പശുവിനെ വളർത്താൻ എന്താണ് സ്വാഭാവിക ഗെയിമാണ്. അപ്പൊ പശുവിനൊക്കെ വളർത്താൻ പശുക്ക് എന്താണ് ഇതൊക്കെ കൊടുക്കണം, പുല്ല് അത് ഇതെല്ലാം. അപ്പൊ പശുവിന് ഓൾറെഡി എന്താണ് ഗ്യാരേജസ് എന്താണ് പശുവിന്റെ ഫാം ഹൗസ് ഒക്കെ വലിയാണ്. അപ്പൊ ഞാനിപ്പോ അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി ആ കാര്യത്തിൽ. പിന്നെ ഞാനൊരു മല തുറന്നിട്ട് വീടൊക്കെ ഉണ്ടാക്കാൻ നല്ല ഓർമ്മയുണ്ട്. ആർക്കിടെക്ചർ എത്തിക്കല് വളരെ തെറ്റാണ്, എനിക്കറിയാം. പക്ഷെ അന്ന് അതൊക്കെ ഭയങ്കര സംഭവിച്ചാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ആർക്കിടെക്ചർ എടുക്കാനുള്ള കാരണം തന്നെ. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞെല്ലാം എന്താണ് കീമില് അത്യാവശ്യം റാങ്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല കോളേജിലൊക്കെ കിട്ടുന്ന റാങ്കൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേരളത്തിന് പുറത്തു പോകണമെന്ന്. എന്താണെന്നറിയില്ല, നാട്ടിട്ട് പോകാൻ ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ ഇഗ്നൈറ്റ് ജോയിൻ ചെയ്തു. ആദ്യമൊക്കെ ഞാൻ വലിയ കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ വലിയ കോൺസെൻട്രേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഫെബ്രുവരി ആകുമ്പോഴാണ് ഞാൻ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഞാൻ ആ മോക്ക് ടെസ്റ്റ് ചെയ്തത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് മാർക്ക് അടിച്ച് നൈസ് അടിപൊളി. അപ്പോ ഞാനങ്ങനെ ആദ്യമായിട്ട് അഭിലാഷ് സാറ് വിളിക്കുന്നത് ഫസ്റ്റ് ടൈം February 2 എനിക്കിപ്പോ ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്കിപ്പോ ബേസിക് ആയിട്ട് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇതുവരെ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ സാറിന് ഇതെന്താ നീ മുന്നേ പറയണേ, ഇപ്പൊ February ആയാലും എക്സാം മാർച്ച് 10 എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോ ഞാൻ പറഞ്ഞ് അതൊക്കെ അങ്ങനെ പോയി സാറേ പറഞ്ഞിട്ട് സാർ പറഞ്ഞു, അപ്പൊ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലം നീ ഓരോ ചാപ്റ്റർ സാറേ എനിക്കൊരു റൂട്ട് മാപ്പ് തന്നെ ഡയറക്റ്റ് ചെയ്തോ, എങ്ങനെയാണ് നീ പഠിക്കേണ്ടത്. ഞാൻ ഫുള്ള് എന്റെ സ്ട്രാറ്റജി വേറെ തന്നെയായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സ്ട്രാറ്റജി ആയിരുന്നു, ഫുള്ള് കൊളായി. അപ്പോ ഞാൻ അഭിലാഷ് സാർ പിന്നെ ഓരോ ആഴ്ചയും കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സാറ് കറക്റ്റായിട്ട് പറഞ്ഞത് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് ഏറ്റവും വലിയ സക്സസിന്റെ കാര്യം അഭിലാഷ് സാർ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പോ അഭിലാഷ് സാറിനോട് നന്ദി പറയുന്നു. അപ്പോ അത്രയൊക്കെ പറയാനുള്ള പ്രത്യേകിച്ചിട്ട് കഴിഞ്ഞ ആദ്യം പരിശ്രമിക്കുക, പരിശ്രമിച്ചാൽ കിട്ടും. ഇത്രയും